ആ ഒരു പാറക്കൂട്ടം കണ്ടു. അതിനൊരു ആനയുടെ ഷേപ്പുണ്ടെന്ന് തോന്നുന്നില്ല, കറക്റ്റ് ഒരു ആനയുടെ ഷേപ്പാണിത്. സത്യം പറഞ്ഞാൽ സോളോ ട്രിപ്പ് വരുമ്പോൾ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ ഗായ്സ്, റാപ്പ് ക്രിയേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് ഞാനൊരു സോളോ ബൈക്ക് റൈഡാണ് ഉദ്ദേശിക്കുന്നത്. സോ എവിടെ പോകണമെന്ന് ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു 2-3 സ്ഥലം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. അതിനു മുന്നേ ഞാൻ ഈ സ്ഥലവും നിങ്ങളെ പരിചയപ്പെടുത്താം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് കയറി നേരെ വരുമ്പോൾ ഉള്ള വോക്ക് വേ ആണ്. കോപ്റ്റ് അവന്യൂ വോക്ക് വേ എന്നാണ് എൻ്റെ പേര്. ഇവിടെ നിന്ന് നൈസ് ഒരു വൈബാണ്. അപ്പോൾ ഞാനിനി നിങ്ങളെ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ബൈക്ക് എടുത്തിട്ട് പോകുന്ന ആദ്യത്തെ റൈഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ റൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിരിക്കും റൈഡ് പോകുന്നത്. എൻ്റെ കൂടെ ആരും കാണത്തില്ല. സോളോ റൈഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ വായിച്ച് കാണുമല്ലോ, സോളോ റൈഡാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ സ്ഥലങ്ങൾ കാണിച്ചിട്ട് നമുക്ക് നേരെ റൈഡിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, നിങ്ങൾ സ്ക്രീനൊന്നും തിരിച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഹിൽ സ്റ്റേഷൻസ് നിയർ IDUKKA എറണാകുളം സെർച്ച് ചെയ്തിട്ടുണ്ട്. 3 വന്നിട്ടുണ്ട്. ഞാനിത് ഇന്നലെ രാത്രി ഒരു വട്ടം നോക്കിയായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ഇതിൽ ഏഴാലൂർ മൗണ്ടൻ ടോപ്പ് കണ്ടിട്ട് നൈസാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ കണ്ട് കൊള്ളാൻ തോന്നുന്നു. വേറെ ഉള്ളത് പിന്നെ പോത്തഞ്ചേരി ഹിൽ, ചെന്തടിയിൽ ഹിൽ വ്യൂ പോയിൻറ്റ്. ചെന്തടിയിൽ ഹിൽ വ്യൂ പോയിൻറ്റും കൊള്ളാം, കുഴപ്പമില്ല. മൂന്നാർ ഹിൽ സ്റ്റേഷനൊക്കെ നല്ല ലോങ് ആയിരിക്കും, നമുക്ക് പോയി വരാനുള്ള ടൈം ഗ്യാപ്പില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏഴാലൂർ മൗണ്ടൻ ടോപ്പ് എത്ര ദൂരം ഉണ്ടെന്ന് നോക്കാം. ഇത് വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 60 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ 60 എന്ന് പറയുമ്പോൾ നമുക്ക് 1.5 മണിക്കൂർ ഇത് കാണിക്കുന്നതിൽ നമുക്ക് അതിൽ കൂടുതൽ ടൈം വേണ്ടി വരും. സോ അപ്പം നമുക്കിനി റൈഡിലേക്ക് കടക്കാം. സോ നമ്മളിപ്പോൾ റൂട്ട് ഇതാണ്. അപ്പോൾ എന്നോടിപ്പോൾ ഇവിടെ ഒരു ചേട്ടനും ചേച്ചി ചോദിച്ചു, എന്താണ് ഒറ്റയ്ക്ക് എല്ലാവരും അങ്ങനെ, ഇവിടെ ആരും ഒറ്റയ്ക്ക് വരുന്ന കണ്ടിട്ടില്ല, എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നത്, എന്താ ഒറ്റയ്ക്കെന്ന് ചോദിച്ചു. നമ്മളിപ്പോൾ എന്താ പറയാനാ, ഒരു മൈൻഡ് ഇട്ടങ്ങ് പോകുന്നു. സത്യം പറഞ്ഞാൽ ഒരു മൈൻഡുള്ള സമയത്താണ് എനിക്ക് ഒറ്റയ്ക്ക് ട്രിപ്പ് റൈഡ് വരണം എന്നുള്ളൊരു മൈൻഡ് വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പഴയ മൈൻഡ് പോയി, പക്ഷേ ഈ റൈഡ് വരണം എന്നുള്ള മൈൻഡ് അങ്ങ് പോയില്ല. ഇപ്പോൾ ഫുള്ള് കൺഫ്യൂഷനായി കാണും. സാരമില്ല, പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ വ്യൂവും കാര്യങ്ങളും ഫോക്കസ് ചെയ്യാം. ക്യാമറ ഷെയ്ക്ക് കാണും, കാരണം നല്ല ഭയങ്കര ക്ലാസ് റോഡല്ല, മൊത്തം കുഴി കൊണ്ടുവെക്കുക. അതിൽ നോക്കി നടക്കുന്നതിനിടയ്ക്ക് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ താഴെ വീഴും, നേരത്തെ പറഞ്ഞ പോലെ. സത്യം പറഞ്ഞാൽ സോളോ ട്രിപ്പ് വരുമ്പോൾ കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഫുൾ ഒറ്റയ്ക്ക് കാടാണ്. ഇവിടെ കുറേ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ചീവീടാണെന്ന് തോന്നുന്നു, ചീവീടല്ല വേറെ എന്താണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ നടക്കുവാണ്. സോ കഴിവതും ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെ വരണം, അതായിരിക്കും നല്ലത്. കുറച്ച് നടക്കണം, താഴെ വണ്ടി വെച്ചിട്ട് കുറച്ചധികം മേളിലേക്ക് നടക്കാനുണ്ട്. ഇതിപ്പോൾ അണയ്ക്കുന്ന കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മളിപ്പം ഏഴാലൂർ ഹിൽ വ്യൂ പോയിൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കി നിറച്ച് മലകളൊക്കെ കാണാം. ഏത് മലകളാണ് അത് എന്നെനിക്ക് കറക്റ്റ് ക്ലാരിറ്റി ഇല്ല. നല്ല വെയിലുണ്ട്, ഉച്ച സമയമായി. നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് കയറി വരാൻ നേരം ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തത് നിങ്ങളെ കാണിച്ചല്ലോ. ബാക്കി ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ തന്നെ താഴെപ്പെടെ വല്ലതും വീണേനെ. സോ ഇനി അങ്ങോട്ടുള്ളത് നൈസായിട്ട് ഷൂട്ട് ചെയ്യാം. നമ്മൾ വ്യൂ പോയിൻ്റ് കയറുവാണ്. നൈസ് വ്യൂ ആണ് ഇവിടെ. ചേച്ചി പറഞ്ഞ രാവിലെയൊക്കെ നല്ല നൈസ് മഞ്ഞാണെന്നാണ് പറഞ്ഞത്, പക്ഷേ വൈകിട്ട് മഞ്ഞോ കാര്യങ്ങളൊന്നുമില്ല. ഉച്ചയ്ക്ക് വൈകിട്ടല്ല, ഉച്ചയ്ക്ക് കുറച്ചുകൂടെ അപ്പുറേ വേറൊരു മലയുണ്ട്. മലയല്ല, പാറ. അവിടെയാണ് പ്രോപ്പർ വ്യൂ.
നമ്മളങ്ങോട്ട് കയറുവാണ്. വൈബ് സ്ഥലം. മറ്റേ നമ്മുടെ ഫസ്റ്റ് വീഡിയോയില്ലേ കവിയൂർ റോക്ക് ടെമ്പിൾ, ആ ഒരു വൈബാണ്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവിടെ മലയും കാര്യങ്ങളൊന്നും നമുക്ക് വ്യൂവിലില്ല. ജസ്റ്റ് ഇങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് മലയും കാര്യങ്ങളും വ്യൂ ഉണ്ട്. ഫോണിൻ്റെ ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റി ചെയ്തുകൊണ്ട് മലയൊക്കെ അങ്ങോട്ട് നല്ല രീതിയിൽ പതിയുന്നില്ല. എന്താണോ എന്തോ, അതിനി എനിക്ക് വെയിലടിച്ചിട്ട് കണ്ണു പിടിക്കാത്തതാണോന്നും അറിയത്തില്ല. സോ നമ്മളിപ്പം മേളിലെത്തും. അവിടെ നിന്നുള്ള വ്യൂ എന്താണെന്ന് കാണാനൊരു ആകാംക്ഷ ഓടാം. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ഒറ്റ കുഞ്ഞില്ല. ഇച്ചിരി വെയിലുണ്ട്, അത് സാരമില്ല. സോ എല്ലാവർക്കും അത്യാവശ്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. Perfect, okay. And the test and 2 and the 10 and the cone and the back. നൈസ് വ്യൂ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ പിന്നെ എപ്പോഴും പറയുന്നത് വൈബ് എന്ന് പറയേണ്ടെന്ന് വിചാരിച്ചു. കാരണം എല്ലാ വീഡിയോയിലും വൈബ് എന്നാണെന്ന് പറയുന്നതെന്ന് നമ്മുടെ കൂട്ടുകാരും കുറേ പേര് പറഞ്ഞു. ചുറ്റും മലകളൊക്കെ കേട്ടോ, അടിപൊളി. എല്ലാ വീഡിയോയിലും എന്നെ തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ബോറടിക്കും. അതാണ് ഇന്ന് ഫുൾ വീഡിയോസും തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നിങ്ങൾക്ക് ഫുൾ വ്യൂ കിട്ടും. സോ ഇവിടെ കുറച്ച് പാട്ടൊക്കെ കേട്ടിരിക്കാൻ പോവാണ്. ബാക്കി നമുക്കിനി ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകും. രാവിലെ 3-4 സ്ഥലം നോക്കിട്ട് വിട്ടു. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് അടുത്ത് നമുക്ക് കാറ്റാടിക്കടവോ അല്ലെങ്കിൽ ഈ ഇലവീഴപ്പൂഞ്ചിറ അവിടെ എവിടെയെങ്കിലും പോവാം. ഇലവീഴപ്പൂഞ്ചിറ ഞാൻ മാപ്പിൽ നോക്കട്ടെ. ആ ഒരു പാറക്കൂട്ടം കണ്ട് അതിനൊരു ആനയുടെ ഷേപ്പുണ്ടെന്ന് തോന്നുന്നല്ല, കറക്റ്റ് ഒരു ആനയുടെ ഷേപ്പാണിത്. ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് നോക്കിയിട്ട് ഫ്രണ്ടിലത്തേത് തുമ്പിക്കൈ, ഇച്ചിരി വണ്ണമുണ്ട് തുമ്പിക്കൈ, സാരമില്ല. ബാക്കി അതിൻ്റെ ബോഡിയായിട്ട് എനിക്ക് നല്ലൊരു റിസംബ്ലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. വെയിലടിക്കുന്നതുകൊണ്ടേ കറക്റ്റ് ക്ലാരിറ്റി ഇല്ല. എന്നാലും എൻ്റെ ദൈവം, ഇവിടുത്തെ ഇങ്ങനത്തേക്ക് വ്യൂ പോയി നൈസ് ഒരു വ്യൂ. ഞാൻ ഇനി മുന്നേ കൊട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ട്. അവിടെ ഇതേ കണക്കത്തെ വ്യൂ. ഇവിടെ തൊട്ടടുത്ത് അത് കുറച്ച് ദൂരമേ ഉള്ളൂ. കാറ്റാടിക്കട ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അടുത്തിട്ടാണ്. അവിടെ ഏകദേശം ഏതാണ്ട് ഇതേ കണക്കത്തെ വ്യൂ. രാവിലെ വരണം കേട്ടോ. എനിക്കിന്നലെ രാത്രിയിൽ ഉറക്കം കുറച്ച് സീനായതുകൊണ്ടാണ് ഞാൻ രാവിലെ ഇറങ്ങാതിരുന്നത്. ഇനിയും അല്ലെങ്കിൽ രാവിലെ വന്നേ. ആരും ഇവിടെ ഇല്ല കേട്ടോ. സോളോ റൈഡെന്ന് പറയുമ്പോൾ ഇവിടെ സോളോ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ചേട്ടനിടയ്ക്ക് ലിഫ്റ്റ് ചോദിച്ചേ. ഞാൻ പറഞ്ഞു വേറൊരു കൂട്ടുകാരനുണ്ടെന്ന് പറഞ്ഞു. ലിഫ്റ്റ് കൊടുക്കുന്ന സീനൊന്നും ഇല്ലായിരുന്നു. പുള്ളിയോട് ഞാൻ വഴി ചോദിക്കാൻ നിർത്തിയതാണ്, പുള്ളി കൂടെ പോരട്ടേത്. സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സോളോ റൈഡ് എന്നുള്ളൊരു മൈൻഡ് ആയതുകൊണ്ട് സോ ഞാൻ കുറച്ച് പാട്ടൊക്കെ കേട്ട് കുറച്ച് ഫീൽ അടിച്ചിട്ട് ഇറങ്ങുകയാണ്. ബാക്കി വീഡിയോസ് അടുത്ത സ്ഥലത്ത് വെച്ച് കാണാം. മഴമേഘം മനമുരുകി ഉരുകി അലയുമൊഴിയാതെ ഇഴിയേതോ വഴി തിരയും ഇനിയും അകലെ അകലെ അറിയാതെ ഗായ്സ്, ഞാനിത് കാറ്റാടിക്കടവിൽ ചെന്നപ്പോൾ അവിടെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു 1.5 കിലോമീറ്റർ മേളിലോട്ട് കയറണം നടന്നു. അപ്പോൾ ഒറ്റയ്ക്കൊക്കെ അത്ര നടന്ന് കയറുന്നത് പോസ്റ്റാണല്ലോ. അതുകൊണ്ട് ഞാൻ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വേറൊരു സ്ഥലം വന്നു. ഇത് സൈഡിൽ കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ്. മേളിലോട്ട് കയറി നോക്കാം, കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കയറി നോക്കാം. നൈസ് വ്യൂ ആണ് ഇവിടുന്ന് എന്തായാലും. അതൊന്നും കാണാമല്ലോ. വണ്ടി ഞാൻ താഴെ വെച്ച് അവിടെ നിന്ന് വന്നിട്ട് മേളിലേക്ക് ഇപ്പം ഞാൻ നടന്ന് കയറുകയാണ്. ഇവിടെ നിന്ന് ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും കൂടെ പോകണം എന്നൊരു പ്ലാനുണ്ട്. ഈ സ്ഥലം എങ്ങനെയുണ്ടെന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഫുള്ള് ഇന്ന് നമ്മൾ മലകയറ്റമായിരുന്നു. സോ ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ആ ഭംഗി മനസ്സിലാവുമല്ലോ. ഇത്രയും കയറിയതേ ഉള്ളൂ, അണയ്ക്കുന്നു. ബാക്കിയും കൂടെ കയറാം, എന്താണെന്ന് നോക്കാം. അപ്പുറം മൊത്തം മലയൊക്കെയാണ്. പിന്നെ വേറൊരു പാറയായിരിക്കാൻ വയ്യ. ബൈക്കിൽ നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഞാനാണ് ജാക്കറ്റും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പ്ലെയിൻ ടീഷർട്ട് ഇട്ടാണ് ഞാൻ ഓടിച്ചത്. നൈസ് തണുപ്പ്. ഉച്ചയ്ക്ക് ഞാൻ 3 മണിയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നല്ല തണുപ്പുണ്ട് റോഡിൽ. നല്ല തണുപ്പെന്ന് വെച്ചാൽ കാറ്റടിച്ചിട്ട് കിളിയിടാൻ വിറയ്ക്കുന്ന തണുപ്പൊന്നുമല്ല, എന്നാലും
നമുക്ക് തണുക്കും. വണ്ടി ഇപ്പം നല്ല സ്പീഡ് കയറ്റുമ്പോഴത്തേക്കും തണുക്കും നമുക്ക്. അല്ലാതെ വെയിലാണ്, ചൂടാണ്, നട്ടുച്ചയാണ് എന്നുള്ളൊരു ടാസ്കേ ഇവിടെ ഇല്ല. ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. സോളോ എന്ന് പറഞ്ഞാൽ ഇതാണ് സോളോ, കട്ട സോളോ. ഇനിയും കയറാം, വണ്ടി പോകുന്നിടത്തോളം പോട്ടെ. അതാണല്ലോ. ഇപ്പോൾ വെറുതെ അല്ല എനിക്ക് കണക്കുന്നത്. മാസ്കും കൂടെ വെച്ചിട്ടായിരുന്നു, ഇപ്പോൾ മാസ്ക് മാറ്റി. ഓക്കെ, ഇറട്ടെ. സത്യം പറഞ്ഞാൽ കാറ്റാടിക്കടവിൽ ചെന്നാലും ഈ ഒരു വ്യൂ ഒക്കെ തന്നെ ആയിരിക്കും. പിന്നെ അവിടെ നല്ല കാറ്റ് കാണും. അയ്യോ അതോളേ. നേരത്തെ പോയ ഏരല്ലൂരിനെക്കാളും നൈസ് വ്യൂ ആണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സോ ഇനി ഫേസ് കാണിച്ചില്ലെന്ന് പരാതി വേണ്ട. മുടി മൊത്തം കുളമായി. ഹെൽമെറ്റൊക്കെ വെച്ച് മുടി ഫുള്ള് ഡാർക്കായിട്ടിരിക്കുവാണ്. ജടയൊക്കെ പിടിച്ച് അലമ്പായി. ഹെൽമെറ്റ് വെച്ച് വണ്ടി ഇത്ര ഓടിച്ചല്ല. അപ്പോൾ നല്ല കാറ്റ് കേട്ടോ, നൈസൊരു കാറ്റൊക്കെ ഇവിടെ. ഒരു പാട്ടൊക്കെ ഇട്ട് അങ്ങോട്ട് വൈബടിച്ച സെറ്റ്. സോ എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. ഫുള്ള് മല കാര്യങ്ങളൊക്കെയാണ്. റോഡ് അത്രയും സീനുള്ള റോഡൊന്നുമില്ല, നല്ല അടിപൊളി റോഡാണ്. വ്യൂ പോയിൻ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വാരിക്കമുതൻ വ്യൂ പോയിൻ്റ് എന്നാണ്. വേറൊന്നുമല്ല, വാരിക്കമുതൻ വ്യൂ പോയിൻ്റ്. ഇവിടെ നിറച്ച് ഇത് കണക്കത്തെ നിറച്ച് വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് വണ്ടി താഴെ വെച്ചിട്ട് നടന്ന് സുഖമായിട്ട് കയറാം. അല്ലെങ്കിൽ കാറ്റാടിക്കടവ് അല്ലെങ്കിൽ കൊട്ടപ്പാറ അവിടെയൊക്കെ തന്നെ പോകണമെന്നില്ല. നിങ്ങൾക്ക് അവിടെ നല്ല തിരക്കായിരിക്കും. ഇവിടെ ആകുമ്പോൾ ഒട്ടും തിരക്കും ഇല്ല, കയറാനും എളുപ്പം. കാറ്റാടിക്കടവൊക്കെ ആണെങ്കിൽ ജീപ്പിൽ ഞാൻ ചോദിച്ചപ്പോൾ 600 രൂപയാണ് പറയുന്നത്. നടന്ന് കയറുന്നത് പിന്നെ മൈൻഡുള്ളവർക്ക് നടന്ന് കയറാം. ഇവിടേക്കാണ് പക്ഷെ അങ്ങനത്തെ ഒരു സീനേ വരുന്നില്ല. കണ്ടോ, ഇത് നല്ല ഈസി വ്യൂ ആണ്, ഫുള്ള് മലകളും കാര്യങ്ങളും. പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട്, നല്ല ഇച്ചിരി ടോപ്പാണ് കാറ്റാടിക്കടവും കൊട്ടപ്പാറയൊക്കെ. ഇവിടെ അത്രയും ടോപ്പല്ല, എന്നാലും നൈസൊരു വൈബാണ്. മഞ്ഞൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ വൈകിട്ട് 5:30 ആകുമ്പം ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ നൈസ് കോടയായിരിക്കും ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ കാറ്റ്, നല്ലൊരു കാറ്റാണ് ഇവിടെ, ഫുൾ കാറ്റാണ്. ഫൈനലി ഇന്ന് കുറച്ച് ടീംസ് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. സോളോ എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. സോ തിരിച്ചിറങ്ങാം. ഇറങ്ങുന്നതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ടാസ്ക്കാണ്. സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ, സോളോ ബൈക്ക് റൈഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ ഇനി സബ്സ്ക്രൈബ് ചെയ്യണ്ട. കമൻറ്റ്, പിന്നെ ആ ബെല്ലൈക്കൺ അതും ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്. സോ വീണ്ടും വേറൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ. അപ്പോൾ ഗൈസ്, നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. സോ ഞാനിനിയിപ്പം കൂടുതൽ ബൈക്ക് ഓടിക്കുന്നത് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഓടിച്ച് സ്കിപ്പടിച്ച് വിടുകയാണ്. അപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാണാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇനി ബൈക്കിൻ്റെ ഒരു ഇത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിത് എറണാകുളം തിരിച്ചെത്തിയിരിക്കുകയാണ്. എറണാകുളത്തെ നമ്മുടെ കുണ്ടന്നൂർ പാലമാണിത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു റൈഡാണിത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ലെങ്ത്തുള്ളൊരു വീഡിയോ ആയി പോയത് ഇത്. അപ്പോൾ എല്ലാം കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ഗുഡ് ബൈ. ഫുള്ള് ഇന്ന് നമ്മൾ മലകയറ്റമായിരുന്നു.